ബഹുമാന്യരായ മാതാപിതാക്കളും സഹോദരങ്ങളും ആയിട്ടുള്ള എല്ലാവരുമേ, അല്പസമയം മാത്രം തിരുവചനത്തിലെ ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപിൽ പറയുകയാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹവും സമാധാനവും എല്ലാവരുടെയും ഹൃദയങ്ങളിലും അവരുടെ ഭവനങ്ങളിലും എപ്പോഴും ആയിരിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും അവരെ അനുഗ്രഹിക്കട്ടെ. ദേഹിയെ രക്ഷിക്കുകയും തെറ്റിൽ നിന്ന് കാക്കുകയും മരണത്തിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദേഹിയെ രക്ഷിക്കുകയും തെറ്റിൽ നിന്ന് കാക്കുകയും മരണത്തിൽ നിന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട്: എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളും. അപ്പോൾ വചനം എപ്പോഴും സൗമ്യതയോടെ കൈക്കൊള്ളുന്നുവെങ്കിൽ അവരിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ മനുഷ്യൻ സൗമ്യതയുള്ളവരായിരിക്കണം. ഞാനത് പറയുവാൻ കാരണവുമുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അനേകരെ നമ്മളുടെ ജീവിതത്തിൽ നാം കാണുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമായ അവസ്ഥകളിൽ കൂടി മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. യാക്കോബ് 5:20 പറയുന്നത്: പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ പാപിയെ നേർവഴിക്ക് ആക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് കർത്താവിനെ അത് കഴിയുകയുള്ളൂ. കർത്താവിൻ്റെ ആത്മാവിനെ അതിന് കഴിയുകയുള്ളൂ. അതാണ് വചനം ഉൾക്കൊള്ളുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറക്കുകയും ചെയ്യും എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ എന്ന്. അപ്പോൾ എടുത്തു പറയേണ്ടതായ ഒരു കാര്യം അവിടെ ഇല്ല. ഏതൊരു വ്യക്തിയാണെങ്കിലും അവന് ലഭിക്കുന്നതായ ഏറ്റവും വലിയ ഗുണങ്ങൾ, അവൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, അതൊക്കെയും അവനിവിടെ ലഭിക്കും. അവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും
എന്ന് പറയുമ്പോൾ അവൻ്റെ ദേഹിയെ അവൻ രക്ഷിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദേഹിയുടെ വീണ്ടെടുപ്പാണ് വിശ്വാസത്തിൻ്റെ ഫലം. ദേഹി വീണ്ടെടുത്തിട്ടില്ല എങ്കിൽ ആ മനുഷ്യനിൽ ദൈവത്തെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ചുള്ള വിശ്വാസമേ ഇല്ല അവരുടെ ഉള്ളിൽ. അതാണ് ഇവിടെ പറയുന്നത്, ദേഹിയുടെ വീണ്ടെടുപ്പാണ് വിശ്വാസത്തിൻ്റെ ഫലം എന്ന് പറയുവാൻ കാരണം. അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യനെ എവിടെയാണെങ്കിലും തിരിച്ചറിയുവാൻ കഴിയും. അവൻ്റെ ഫലം കൊണ്ട് അവനെ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നല്ല ഫലം കായ്ക്കുന്ന വ്യക്തിത്വമാണ് അവനുള്ളത്. എന്നാൽ വ്യക്തി മരിച്ചാലും അതിൻ്റെ വ്യക്തിത്വം നിലനിൽക്കും. അതവന് ജീവനും ചൈതന്യവും ഇവിടെയും വരുവാനിരിക്കുന്ന ലോകത്തും ലഭിക്കും എന്നുള്ളത് എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം പറഞ്ഞ്, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമായ ശിക്ഷയ്ക്ക് പാത്രമാകും. എനിക്കതിനെപ്പറ്റി വളരെ വേദനയോടു കൂടി ചിന്തിക്കുവാൻ ഒരു കാര്യം. മോശയോട് ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അരുളി ചെയ്ത കാര്യങ്ങൾ മോശയോട് പറഞ്ഞത് നീ ജനത്തെ അറിയിക്കാനാണ്. പക്ഷെ മോശ ദൈവം പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ജനത്തെ അറിയിച്ചു. പക്ഷെ ജനം അത് അംഗീകരിച്ചു. അവരതിനെ വേറൊരു വഴിയിൽ കൂടി കാണുകയും മോശയെ ഒരു സാധാരണ മനുഷ്യനായി തന്നെ അവർ കാണുകയും ചെയ്തു. അപ്പോൾ സംഭവിച്ചത്, പഴയ നിയമം നാം എല്ലാവരും പഠിച്ചവരാണ്. പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. മോശയ്ക്ക് ദൈവം അരുളപ്പാടുകളെ കൊടുത്തു. ദൈവം ഇസ്രായേൽ ജനത്തിന് ആ അരുളപ്പാടുകളെ അവർക്ക് നൽകിയെങ്കിലും അവർ സ്വീകരിക്കാതെ ഇരുന്നതിനാൽ ലക്ഷക്കണക്കിന് ജനം മരുഭൂമിയിൽ പട്ടുപോയി, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജനം മരിച്ചുപോയി. അവർക്ക് അവരുടെ വാഗ്ദത്ത ദേശത്തെത്തിച്ചേരുവാൻ കഴിയാതെ പോയി. അപ്പോൾ ചില കാര്യങ്ങൾ ചിലരെ ദൈവം അറിയിക്കും. അവർ പറയുന്ന വാക്കുകൾ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ലക്ഷക്കണക്കിന് ആത്മാക്കൾ രക്ഷിക്കപ്പെടും. അങ്ങനെ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ജനം രക്ഷിക്കപ്പെടാതെ അവരുടെ ആത്മാവ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അത് ഏറ്റെടുക്കാതിരിക്കുവാൻ ചിലരൊക്കെ അതിന് വിരോധമായി എഴുന്നേൽക്കുകയും പറയുകയും ചെയ്യുന്ന ചില വ്യക്തികൾ മാത്രമാണ്. അവർ ലക്ഷക്കണക്കിനില്ല, നൂറുകണക്കിനില്ല, ആയിരക്കണക്കിനില്ല. അബ്രഹാമിനോട് ദൈവം ചോദിച്ചു, സോദോമിലും ഗൊമോറയിലും ഒരു മനുഷ്യനെങ്കിലും നീതിമാനുണ്ടോ എന്ന് പറഞ്ഞതുപോലെ അവരധികമില്ല, വളരെ ചുരുങ്ങിയ വ്യക്തികൾ മാത്രം. അവർക്ക് ധാരാളം പ്രോത്സാഹനം കൊടുത്തത് മറ്റാരുമല്ല. അപ്പോൾ സംഭവിച്ചതോ, ലക്ഷക്കണക്കിന് രക്ഷിക്കപ്പെടേണ്ട ജനം, അവരുടെ ആത്മാവ്, ആ ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടാതെ നിത്യനാശത്തിലേക്ക് തള്ളപ്പെട്ടു പോയി എന്നുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആരായിരുന്നു മോശയിൽ നിന്ന് ഏറ്റെടുക്കേണ്ടത്? ഏറ്റെടുക്കേണ്ട ജനം അത് ഏറ്റെടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വാസ്തവമായ കാര്യം എന്ന് ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നത്, വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും
പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യേണ്ട ജനം ഇവിടെ വാസ്തവമായും നാശത്തിലേക്ക് ആരൊക്കെയോ വഴിതിരിച്ചുവിട്ട് അവർ നിത്യനാശത്തിലേക്ക് തള്ളപ്പെട്ട് പോകുന്നവരായി തീരുവാൻ ഇടയായിത്തീരും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ആത്മരക്ഷ, ഈ സന്തോഷം അവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അവർക്കതറിഞ്ഞുകൂടാ. ആ സന്തോഷത്തെ തട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ അതിനെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത് അവരുടെ ഹൃദയത്തെ അത് സ്ഥാനം ലഭിക്കാതെ അത് മാഞ്ഞുപോയി ഇരിക്കുന്നു. കാരണം യെഹെസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയിൽ നിന്ന്, അതിനടിയിൽ നിന്ന് ഒഴുകി വരുന്ന ജലം നരിയാണയോളം മുട്ടോളം അരയോളം പിന്നെ നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തതേ എന്ന് പറയുന്ന ആ കാര്യം. ദൈവത്തിൻ്റെ ആലയമായ മനുഷ്യൻ, അവൻ്റെ ഹൃദയത്തിലേക്കാണ് ദൈവം ഇതിനെ ഒഴുക്കുന്നത്. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാതെ അതിനെ തടഞ്ഞുകളഞ്ഞ അവസ്ഥ കാണുവാൻ കഴിയുന്നുണ്ട്. 1 പത്രോസ് 2:11 പറയുന്നത്, പ്രിയമുള്ളവരെ, പരദേശികളും പ്രവാസികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് വിളിക്കുന്ന പ്രത്യാശ ദേഹിയുടെ എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പരദേശികളും പ്രവാസികളുമായവരാണ് മനുഷ്യനിവിടെ. ദൈവം അവരെ ഇവിടേക്ക് അയച്ചിരിക്കുകയാണ്. ഇവിടെ അവർക്ക് നന്മയും തിന്മയും എന്താണെന്ന് വേർതിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും അവരോട് കൂടെ വാഴുവാൻ, അവരിൽ വസിക്കുവാൻ, അതിൽ ഇരുട്ടിൽ കൂടിയല്ല വെളിച്ചത്തിൽ കൂടി, തിന്മയിൽ കൂടിയല്ല നന്മയിൽ കൂടി ഒരു മനുഷ്യൻ ജീവിച്ച് അവൻ ഇവിടുത്തെ പ്രവാസം കഴിഞ്ഞ് അവൻ പരദേശത്തേക്ക് യാത്രയാകേണ്ടവനാണ്. അതാണ് യിരെമ്യാ പ്രവാചകനോട് ദൈവം ചോദിച്ചു, നീ എന്ത് കാണുന്നു? ഒരു കുട്ട പഴുത്ത നല്ല അത്തിപ്പഴം കാണുന്നു, അത് പ്രവാസത്തിലേക്ക് ഞാൻ അയക്കുവാനിരിക്കുന്നവർ. ഒരു കുട്ട അഴുക്കായ അത്തിപ്പഴവും അത് എറിഞ്ഞു കളയുവാനുള്ളതും. അപ്പോൾ ഇവിടെ പ്രവാസികളായി വന്നിരിക്കുന്ന മനുഷ്യർ തീർച്ചയായും അവരെ ദൈവം തിരിച്ചു കൊണ്ടുവരും. അവർ കൊള്ളാവുന്നവരായി തന്നെ ആ പഴം പോലെ ഭംഗിയും വെടിപ്പുമുള്ളവരായി അവർ ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവർ മടങ്ങിപ്പോകേണ്ടവരാണ്. അതവർ സന്തോഷത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം പറയുവാനുള്ളത്, എബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്നാണ്. അപ്പോൾ ആ പ്രത്യാശ എന്താണ്? ഓരോ മനുഷ്യൻ്റെയും പ്രത്യാശ. വാസ്തവമായും ഇവിടെ നമുക്ക് പ്രത്യാശിക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ഒരു വലിയ പ്രത്യാശ നമുക്ക് നൽകുന്നു. അതിലും വലിയൊരു പ്രത്യാശ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കുകയില്ല. ഒന്നിനെക്കുറിച്ചും ഉള്ളയൊരു ചിന്ത സ്ഥിരമായി ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വസിക്കുകയില്ല. എന്നാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ അപ്രത്യാശയോ അത് നമ്മുടെ ഹൃദയത്തിൽ അത് സ്ഥിരമായി വസിക്കുകയും ചെയ്യും. അത് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മെ എത്തിക്കുകയും ചെയ്യും. ആ പ്രത്യാശ നമുക്ക്
ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ എന്ന്. നങ്കൂരമെന്ന് പറയുമ്പോൾ കപ്പലിനൊക്കെ നങ്കൂരമാണ്. അവിടെ അതിനെ പിടിച്ചു നിർത്തുവാനൊന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതവിടെ ഉറച്ചു നിൽക്കും. എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അതിനെ അവിടെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ഒരു കാര്യമാണ് നങ്കൂരമെന്ന് ഇവിടെ പറയുവാൻ കാരണമാകുന്നത്. അപ്പോൾ ഇവിടുത്തെ അത് നിശ്ചയമായും സ്ഥിരവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. തീർച്ചയായും വിശ്വാസമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഈ പുറമേയുള്ള കാഴ്ചപ്പാടിലല്ല. ഒരു പ്രത്യാശയുള്ള ഒരു മനുഷ്യൻ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, പരിശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ, വീണ്ടും ജനിച്ച ഒരു മനുഷ്യൻ, അവൻ്റെ ഈ പുറമേ കാണുന്ന തിരശ്ശീലയല്ല, അവൻ്റെ അകത്തേക്കാണ് ഈ ആത്മാവ് പ്രവേശിക്കുന്നത്. അതുതന്നെയാണ് അവിടെ അവന് പ്രത്യാശ ഏറ്റവും അധികം നൽകുന്നത്. അപ്രത്യാശ ഒരിക്കലും അവനിൽ നിന്ന് നീങ്ങിപ്പോകുകയില്ല എന്നും അത് അവനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആയതിനാൽ പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ എനിക്ക് സംസാരിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചില ദിവസങ്ങളായി ശാരീരികമായും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നത് കാരണം എനിക്കൊരു പരസ്യയോഗത്തിനൊന്നും കടന്നു പോകുവാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആയതിനാൽ ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഒരു പരസ്യയോഗം നടത്താതെ ഒരു ദിവസം കടന്നു പോവുക എന്ന് പറയുന്നത് എനിക്ക് വളരെ വേദനയുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ ജീവിതവും ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ ഞാനും തമ്മിലുള്ള ആ വ്യത്യാസം ഇനിയും അനേകർ എൻ്റെ ഇന്നലത്തെ മനുഷ്യനാകരുത്, ഇന്നത്തെ ഞാനായി തീരുവാൻ ദൈവത്തിനെ അവരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുക. ദൈവാത്മാവ് അവരിൽ വസിച്ച് അവരും നല്ല ജീവിതം, നല്ല പ്രകാശമുള്ള വഴിയിൽ കൂടി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി ജീവിക്കുവാൻ തക്കവണ്ണം അവരോടൊക്കെയും പറയുവാനാണ് എൻ്റെ ആഗ്രഹം. കടന്നു പോകുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ